ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ലെസൺ എ സ്നേക്ക് ഇൻ ദ ഗ്രാസ് എന്നുള്ള ഭാഗമാണ്. അതിലുള്ള 2 ആക്ടിവിറ്റീസാണ് ഇന്നത്തെ വിക്ടേഴ്സ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ഹോം വർക്കായിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അതിനു മുമ്പേ ഈ പാഠഭാഗത്തിൻ്റെ ഫുൾ മീനിങ്സ് ഉള്ള ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്ന് നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 28 എടുക്കുക. Imagine that the mother in the story, a snake in the grass, happens to see the snake again. ആ സ്റ്റോറിയിലുള്ള അമ്മ രണ്ടാമത് സ്നേക്കിനെ ഗാർഡനിൽ കാണുകയാണ്. ആ സമയത്ത് അവരെന്താ ചെയ്യുന്നത്? ഷീ റിങ്സ് അപ്പ് ദ സ്നേക്ക് ചാമർ. പാമ്പ് പിടുത്തക്കാരനെ അവർ ഫോൺ വിളിക്കുകയാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഹി ഈസ് നോട്ട് ദർ. പക്ഷേ ദൗർഭാഗ്യവശാൽ സ്നേക്ക് ചാമർ അവിടെ ഇല്ല. പിന്നെ ആരാണ് ഫോൺ എടുക്കുന്നത്? ഷീ ഗെറ്റ്സ് ഹീസ് വൈഫ് ഓൺ ദ ഫോൺ. ഫോണിൽ വിളിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വൈഫിനെയാണ്. അപ്പോൾ ഇവിടെ ഒരു ടെലിഫോണിക് കോൺവെർസേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. മദർ, ഹലോ, കുഡ് ഐ സ്പീക്ക് ടു മിസ്റ്റർ ശങ്കർ ദ സ്നേക്ക് ചാമർ? മദർ ചോദിക്കണം, എനിക്ക് നമ്മുടെ സ്നേക്ക് ചാമർ മിസ്റ്റർ ശങ്കറിനെ കിട്ടുമോ? ആ സമയത്ത് വൈഫ് പറയാണ്, സോറി, ഹി ഈസ് നോട്ട് ഹിയർ, ഐ ആം ഹിസ് വൈഫ്, മേ ഐ നോ ഹു ഈസ് സ്പീക്കിംഗ്? അദ്ദേഹം ഇവിടെ ഇല്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്, ആരാണ് സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ മദർ പറയുന്നു, ഐ ആം സുധ ഫ്രം മാൽഗുഡി നോർത്ത്. ഞാൻ സുധയാണ്, മാൽഗുഡി നോർത്തിൽ നിന്ന് വിളിക്കുന്നു. വെൻ വിൽ ഹി ബാക്ക്? അദ്ദേഹം എപ്പോൾ എത്തും? അപ്പോൾ വൈഫ് പറയുകയാണ്, ആഫ്റ്റർ ആൻ ഹവർ, 1 മണിക്കൂറിന് ശേഷം എത്തും. വുഡ് യു ലൈക്ക് ടു ലീവ് എ മെസ്സേജ്? എന്തെങ്കിലും മെസ്സേജ് പാസ് ചെയ്യാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ മദർ പറയുകയാണ്, യെസ്, അതെ, പ്ലീസ്, വി ആർ ഇൻ എ ഫിയർഫുൾ സിറ്റുവേഷൻ. എ സ്നേക്ക് ഹാസ് എൻറ്റേർഡ് അവർ പ്രിമൈസസ് ആൻഡ് വി ആർ urgently in need of some help. Please ask him to call me back. It's very urgent. He knows my number. അതായത് അമ്മ പറയാണ്, ഞങ്ങളുടെ പൂന്തോട്ടത്തിൽ ഒരു പാമ്പ് വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും വളരെയധികം ഭയത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എന്നെ വിളിക്കാൻ പറയണം. ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഹെൽപ്പ് ആവശ്യമുണ്ട്. ഇത് വളരെ അർജൻറ്റാണ് എന്നൊക്കെ നമ്മുടെ ഈ ഭാര്യയോട് അമ്മ പറയാണ്. അപ്പോൾ വൈഫ് പറയാണ്, ഷുവർ, ഐ വിൽ ട്രൈ ടു കോണ്ടാക്ട് ഹിം. തീർച്ചയായിട്ടും ഞാൻ പറയാം, അദ്ദേഹത്തോട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പറയാം. ഇഫ് നോട്ട്, ഐ വിൽ ടെൽ ഹിം ആസ് സൂൺ ആസ് ഹി ഈസ് ബാക്ക്. ഇനി അതിന് പറ്റുന്നില്ലെങ്കിൽ അദ്ദേഹം വന്ന ഉടനെ തന്നെ ഞാൻ അദ്ദേഹത്തോട് പറയുന്നതായിരിക്കും. ദെൻ മദർ പറയാണ്, താങ്ക് യു. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, മദറും വൈഫും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. ഇനി നമുക്കുള്ള വർക്ക് എന്ന് പറയുന്നത്, വൈഫ് കുഡൻറ്റ് കോണ്ടാക്ട് ശങ്കർ ദ സ്നേക്ക് ചാർമർ. അപ്പോൾ സ്നേക്ക് ചാർമർ പേര് ശങ്കർ എന്നാണ്. വൈഫ് അങ്ങനെ സ്നേക്ക് ചാർമറെ വിളിക്കുന്ന നേരം കിട്ടുന്നില്ല. ദ മൊമെൻറ്റ് ഹി റീച്ചസ് ദ ഹോം, അങ്ങനെ അദ്ദേഹം വീട്ടിലെത്തിയ സമയത്ത് ഹിസ് വൈഫ് കൺവേഴ്സ് ദ മെസ്സേജ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ സന്ദേശം അദ്ദേഹത്തോട് പറയുന്നു. ഹി റിങ്സ് ദ മദർ ഇമ്മീഡിയറ്റ്ലി. ഉടൻ തന്നെ സ്നേക്ക് ചാർമർ ആ അമ്മയെ ഫോൺ വിളിക്കുകയാണ്. പ്രിപ്പയർ ദ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ ദം. അപ്പോൾ സ്നേക്ക് ചാർമറും മദറും തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ് നിങ്ങൾ എഴുതേണ്ടത്. കോൺവെർസേഷൻ എഴുതുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഏതാണോ സിറ്റുവേഷൻ എന്നാണ്. അപ്പോൾ ഈ അമ്മയൊക്കെ ഒരു ഫിയർഫുൾ സിറ്റുവേഷനിലാണ്, പാമ്പിനെ കണ്ട സമയത്തുള്ള ഒരു അവസ്ഥയിലാണ്. ദെൻ സ്നേക്ക് ചാർമറോട് മദർ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടാകും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സ്നേക്ക് ചാർമർ അമ്മയെ വിളിക്കുന്നു. സ്നേക്ക് ചാർമർ, ഹലോ, ദിസ് ഈസ് ശങ്കർ. ഞാൻ ശങ്കർ ആണ്. മൈ വൈഫ് ആസ്ക്ഡ് മീ ടു കോൾ യു. എൻ്റെ വൈഫ് നിങ്ങളെ വിളിക്കാൻ പറഞ്ഞു. വാട്ട് ഈസ് ദ മാറ്റർ മാഡം? എന്താണ് സംഭവം മാഡം? അപ്പോൾ അമ്മ പറയാണ്, വി അർജൻ്റ്ലി നീഡ് യുവർ സർവീസ്. നിങ്ങളുടെ സേവനം ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. എ സ്നേക്ക് ഹാസ് എൻറ്റേർഡ് അവർ കോമ്പൗണ്ട്. ഞങ്ങളുടെ കോമ്പൗണ്ടിൽ ഒരു സ്നേക്ക് കയറിയിട്ടുണ്ട്. സ്നേക്ക് ചാർമർ അപ്പോൾ ചോദിക്കുന്നത്, ആർ യു ഷുവർ ഇറ്റ്സ് സ്റ്റിൽ ദർ? നിങ്ങൾക്ക് ഉറപ്പുണ്ടോ അതിപ്പോഴും അവിടെ ഉണ്ടെന്ന്? അപ്പോൾ മദർ പറയാണ്, യെസ്, ഇറ്റ്സ് സ്റ്റിൽ ദർ. യെസ്, അതെ, എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇറ്റ്സ് സ്റ്റിൽ ദർ, ഇപ്പോഴും അത് അവിടെയുണ്ട്. മൈ സൺസ് ആൻഡ് നെയ്ബേഴ്സ് ആർ സെർച്ചിങ് ഫോർ ഇറ്റ്. എൻ്റെ മക്കളും അയൽപ്പക്കക്കാരും അതിനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്നേക്ക് ചാർമർ പറയാണ്, ഓക്കെ, ക്യാൻ യു പ്ലീസ് ടെൽ മീ യുവർ അഡ്രസ്? നിങ്ങളുടെ അഡ്രസ്സ് ഒന്ന് പറയാമോ? അപ്പം മദർ പറയാണ്, ഷുവർ, ഓക്കെ, തീർച്ചയായും, പ്ലീസ് നോട്ട് ഡൗൺ. എന്നിട്ട് അദ്ദേഹത്തോട് എഴുതാൻ പറയുകയാണ്. സുധ, ഹൗസ് നമ്പർ 28, മാൽഗുഡി നോർത്ത്. അങ്ങനെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ സ്നേക്ക് ചാർമർ പറയാണ്, ഫൈൻ, ഓക്കെ, ശരി, ഡോണ്ട് വറി, നിങ്ങൾ വിഷമിക്കേണ്ട, ഐ വിൽ റീച്ച് ദ സൂൺ. ഞാൻ ഉടനെ അവിടെ എത്തിച്ചേരുന്നതാണ്.
ഇങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ള ആക്ടിവിറ്റി 2 നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. ഡിയർ ചിൽഡ്രൻ, ഇതൊരു മോഡൽ കോൺവെർസേഷൻ ആണ്. നിങ്ങൾക്കും നിങ്ങളുടേതായ ഐഡിയ വെച്ചിട്ട് ഇതിലേറെ കൂടുതൽ എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് പേജ് നമ്പർ 27-ലുണ്ട്. ദ മേജർ ഇവന്റ്സ് ഓഫ് ദ സ്റ്റോറി എ സ്നേക്ക് ഇൻ ദ ഗ്രാസ് ആർ ഗിവൺ ഇൻ ജംബിൾഡ് ഓർഡർ. ഈ പാഠത്തിലെ ഓരോ ഇവന്റ്സും പല രീതിയിലാണ് തന്നിട്ടുള്ളത്. അതായത് ആദ്യമുള്ളത് അവസാനമുള്ളത് മധ്യത്തിലൊക്കെ ആയിട്ട് ജംബിൾഡ് ഓർഡറിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളതിനെ അറേഞ്ച് ചെയ്ത് സ്റ്റോറിയിലുള്ളത് പോലെ എഴുതുക. അപ്പോൾ ഫസ്റ്റ് വരുന്ന ഇവൻ്റ് ഏതാണ്? എ ബിഗ് കോബ്ര എൻറ്റേർഡ് ദ കോമ്പൗണ്ട്. ഒരു വലിയ പാമ്പ് ആ കോമ്പൗണ്ടിലേക്ക് കയറിയിട്ടുണ്ട്. സെക്കൻഡ് വൺ, ദ ഫാമിലി വാസ് ഗ്രേറ്റ്ലി അജിറ്റേറ്റഡ് ടു ഹിയർ ദ ന്യൂസ്. ആ കുടുംബം ആ ന്യൂസ് കേട്ട് വളരെയധികം പേടിച്ചു. അടുത്തതോ, ദാസാസ് നെഗ്ലിഗൻസ് ഓഫ് ദ ഗാർഡൻ ആൻഡ് ലോൺസ് വാസ് റെസ്പോൺസിബിൾ ഫോർ ഓൾ ദ ഡ്രെഡ്ഫുൾ തിങ്സ് കമ്മിങ് ഇൻ. തേർഡ് വൺ അതാണ്, അതായത് ദാസയുടെ അവഗണനയും അദ്ദേഹം ഗാർഡൻ ശരിക്കും സൂക്ഷിക്കാത്തത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചത്. ഇനി നാലാമത് ഏതാണ്? നൈബേഴ്സ് അസംബിൾഡ് ആൻഡ് സ്റ്റാർട്ടഡ് സെർച്ചിങ് ഫോർ ദ സ്നേക്ക്. അയൽപ്പക്കക്കാരൊക്കെ ഒരുമിച്ച് കൂടി എല്ലാവരും സ്നേക്കിനെ അന്വേഷിക്കാൻ തുടങ്ങി. ആൻഡ് ഓൾഡ് ബെഗർ പ്രോമിസ്ഡ് ടു സെൻഡ് എ സ്നേക്ക് ചാർമർ. ഒരു ഓൾഡ് ബെഗർ വന്നിട്ട് അദ്ദേഹം ഒരു സ്നേക്ക് ചാർമറെ പറഞ്ഞയക്കുമെന്ന് പറയുന്നു. ഹി ഗേവ് ഹീസ് നെയിം ആൻഡ് ഡിപ്പാർട്ടഡ്. അദ്ദേഹത്തിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അടുത്തതോ, ദാസ അപ്പിയർഡ് ബിഫോർ ദം ക്യാരിയിങ് എ വാട്ടർ പോട്ട് ആൻഡ് ഡിക്ലെയർഡ് that he had caught the snake. ദാസ അവർക്ക് മുന്നിൽ ഒരു പാത്രവുമായി പ്രത്യക്ഷപ്പെട്ട് പാമ്പ് അതിലുണ്ടെന്ന് പറയുന്നു. They watched him in admiration and decided to reward him. അവർ വളരെ ആദരവോടെ അദ്ദേഹത്തെ നോക്കുന്നു, എന്നിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിഫലം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അടുത്തതോ, ദ യങ്ങസ്റ്റ് സൺ സോ ദ സ്നേക്ക് കമ്മിങ് ഔട്ട് ഓഫ് ദി ഹോൾ ആൻഡ് ക്രൈഡ് അലൗഡ്. അവിടെയുള്ള ഏറ്റവും ചെറിയ കുട്ടി ഒരു പാമ്പ് അവിടെയുള്ള ഒരു ഹോളിൽ നിന്നും വരുന്നത് കണ്ട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു. When they recovered from the shock, they asked, does it mean there are two snakes there? ഈ ഷോക്കിൽ നിന്നും അവരൊന്ന് വിട്ടപ്പോൾ അവർ ചോദിക്കുകയാണ്, അതിനർത്ഥം ഇവിടെ 2 പാമ്പുകൾ ഉണ്ടെന്നാണോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റോറിയിലുള്ള ആ കറക്റ്റ് ഓർഡർ. അപ്പോൾ ഇന്ന് നമുക്ക് തന്നിട്ടുള്ള 2 വർക്കും നമ്മൾ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. മൈ ഡിയർ ചിൽഡ്രൻ, നിങ്ങൾക്ക് ഈ പാഠഭാഗത്തിൻ്റെ ഫുൾ മീനിങ്സ് എൻ്റെ വീഡിയോയിൽ കാണാവുന്നതാണ്. അപ്പോൾ മീനിങ്സ് മനസ്സിലാക്കിയിട്ട് ഉത്തരം എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അണ്ടിൽ ദെൻ, ബൈ ബൈ.